ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അരുൺ ടെൻഷനോടുകൂടി ഡൈനിങ് ടേബിളിന്റെ അരികിലേക്ക് വന്നിരിക്കുമ്പോൾ രാജീവ് ചോദിക്കുന്നു, ആരാടാ വിളിച്ചേ? അപ്പോൾ അരുൺ പറയുകയാണ്, ആ ചെട്ടിയാരുടെ മാനേജറാ. എന്തു പറ്റിയെന്ന് രാജീവ് ചോദിക്കുമ്പോൾ അരുൺ പറയുകയാണ്, പണവും സ്വർണവുമായിട്ട് സുധീഷ് ഇതുവരെ അവിടെ എത്തിയിട്ടില്ലാന്ന്. ഇത് കേട്ട് ടെൻഷനോടുകൂടി ഇരിക്കുകയാണ് രാജീവും നിധിയും മറ്റെല്ലാവരും. രാജീവ് പറയുന്നു, ടെൻഷൻ ആകണ്ട, വഴിയിൽ വെച്ച് വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതായിരിക്കും. സുധീഷിനെ ഒന്ന് വിളിച്ചു നോക്ക് നീ. ശരി അച്ഛാന്ന് പറഞ്ഞ് അരുൺ കുറച്ചങ്ങോട്ടേക്ക് മാറി നിന്ന് സുധീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. നിധി ടെൻഷനോടുകൂടി ഇരിക്കുന്നു. രാജീവും ഹേമയും എല്ലാം നിധിയെ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ സമയം സുധീഷിനെ ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിലേക്ക് ബലമായി കൊണ്ടുവരികയാണ് ഗുണ്ടകൾ. എന്നെ വിടടാന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട് സുധീഷ്. തുടർന്ന് ഫോണും വിളിച്ച് അരുൺ ടെൻഷനോടുകൂടി ഹോളിലിരിക്കുമ്പോൾ അവിടേക്ക് വരികയാണ് രാജീവും നിധിയും ഹേമയും. എന്തായിടാന്ന് രാജീവ് ചോദിക്കുമ്പോൾ അരുൺ പറയുകയാണ്, അച്ഛാ ഫോൺ സ്വിച്ച് ഓഫ് എന്നാ പറയുന്നത്. അപ്പൊ രാജീവ് ചോദിക്കുന്നു, മോളെ സുധീഷിന്റെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നോ? അറിയില്ലിച്ച, ഞാൻ ശ്രദ്ധിച്ചില്ലെന്ന് നിധി പറയുമ്പോൾ രാജീവ് ചോദിക്കുന്നു, എന്താ മോളെ ഇത്? ഇത്രയും ദൂരം സുധീഷ് പോകുമ്പോൾ അതെല്ലാം ശ്രദ്ധിക്കണ്ടേ? അരുൺ പറയുന്നു, അച്ഛാ വണ്ടിയില് GPS ഇല്ലേ, ഞാൻ ഇവിടെ ഇരുന്ന് തന്നെ വണ്ടി എവിടാണെന്ന് നോക്കാം. അങ്ങനെ ഫോണിൽ നോക്കിയിട്ട് അരുൺ പറയുകയാണ്, അച്ഛാ വണ്ടി നമ്മൾ പറഞ്ഞിടത്തേക്കല്ല പോയത്. എന്താ നീ പറയുന്നതെന്ന് രാജീവ് ചോദിക്കുമ്പോൾ അരുൺ പറയുകയാണ്, അതെ അച്ഛാ, സിഗ്നല് ഒരു ബന്ധമില്ലാത്ത സ്ഥലത്താ കാണിക്കുന്നത്. വണ്ടി നമ്മൾ പറഞ്ഞ വഴിക്കല്ല പോയത്. ഇത് കേട്ട് നിധി പറയുകയാണ്, അച്ഛാ അതിനുള്ള ചാൻസേ ഇല്ല, അച്ഛൻ ലൊക്കേഷൻ മാറിയാണോ കൊടുത്തത്. ഇത് കേട്ട് രാജീവ് പറയുകയാണ്, ഞാൻ എങ്ങനെ മാറ്റി കൊടുക്കാനാ മോളെ? ഇത് പല ലക്ഷങ്ങളുടെ കാര്യമല്ലേ, ഞാൻ അങ്ങനെ ആശ്രദ്ധയോടുകൂടി കൊടുക്കുവോ? കറക്റ്റ് ആയിട്ടാ കൊടുത്തത്, ഞാനൊന്ന് നോക്കാം. അങ്ങനെ ഫോണിൽ നോക്കി രാജീവ് പറയുകയാണ്, ഞാൻ ശരിയായിട്ടാ മോളെ കൊടുത്തത്. പിന്നെ എങ്ങനെയെന്ന് നിധി ചോദിക്കുമ്പോൾ അരുൺ പറയുകയാണ്, അവിടെ എത്തുന്നതിന് പകുതി വഴിയിൽ വെച്ച് വണ്ടി തിരിഞ്ഞു വെച്ചാ. ഇത് കേട്ട് സാന്ദ്ര ചോദിക്കുന്നു, ഒരുപക്ഷെ വഴി അറിയാതെ മറ്റൊരു വഴിയെ പോയതായിരിക്കോ? അപ്പൊ അരുൺ പറയുകയാണ്, ഇത്രയും വലിയൊരു ഉത്തരവാദിത്വം സുധീഷിനെ വിശ്വസിച്ച് നമ്മൾ കൊടുക്കാൻ പാടില്ലായിരുന്നു. അത്രയും പണവും സ്വർണവും കണ്ട ഉടനെ സുധീഷിന്റെ മനസ്സ് മാറിയെന്ന് തോന്നുന്നു. അതെല്ലാമായി ഒളിച്ചോടി പോയി കാണും. ഇത് കേട്ട് നിധി ചോദിക്കുന്നു, അരുണട്ടെ എന്തേ പറയുന്നത്? സുധീഷ് എന്തിനോ അങ്ങനെ ചെയ്യുന്നത്? വെറുതെ സുധീഷിനെ പറ്റി അനാവശ്യം പറയല്ലേ. അപ്പോൾ അരുൺ പറയുകയാണ്, ഞാൻ അനാവശ്യമല്ല പറഞ്ഞത് നിധി, നടക്കുന്നതെല്ലാം നീയും കണ്ടോണ്ടിരിക്കുകയല്ലേ നിധി. പാതി വഴിയിൽ വെച്ച് വണ്ടി തിരിഞ്ഞു പോയിട്ടുണ്ട്. സുധീഷ് ഇവിടുന്ന് പോയിട്ട് എത്ര സമയമായി? ഇതുവരെ ഒരു ഫോൺ കോൾ പോലും വന്നിട്ടില്ല. നമ്മൾ അങ്ങോട്ട് വിളിച്ചാലും ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് വരുന്നു. പണവും സ്വർണവുമായി പോയപ്പോൾ നമ്മൾ ഇവിടെ ടെൻഷനിലാണെന്ന് സുധീഷിന് അറിയില്ലേ? ശരി, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും നമ്മളെ ഫോൺ വിളിച്ച് പറയണ്ടേ? എന്തിന് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യണം? അപ്പൊ എല്ലാം പ്ലാൻ അല്ലേ? ഇത് കേട്ട് രാജീവ് പറയുകയാണ്, അരുണേ നീ സുധീഷിനെ പറ്റി അങ്ങനെയൊന്നും പറയണ്ട. സുധീഷ് നമ്മുടെ വീടിന്റെ മരുമകനാ. നമ്മൾ വിളിച്ച ഉടനെ മോളെയും കൂട്ടി ഇവിടേക്ക് വന്നതാ. സുധീഷിനെ പറ്റി നീ തെറ്റായൊന്നും ചിന്തിക്കണ്ട. ഇത് കേട്ട് അരുൺ ചോദിക്കുകയാണ്, പിന്നെ എങ്ങനെ ചിന്തിക്കണ വെച്ചാ? ഫോൺ വിളിച്ച് ചെട്ടിയാരുടെ മാനേജര് ദേഷ്യപ്പെടുകയാണ്. ഇതുവരെ സാധനം എത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് പണവും സ്വർണവും എല്ലാം കൂടി കോടികളുണ്ടാകും. അതെല്ലാം എടുത്ത് അവൻ കടന്നു കളഞ്ഞതായിരിക്കും. ഇത് കേട്ട് അരുൺ പറയുകയാണ്, അരുണേട്ടാ ഒന്ന് നിർത്തുന്നുണ്ടോ? അച്ഛാ അരുണേട്ടനോട് മിണ്ടാതിരിക്കാൻ പറ. ഇത് കേട്ട് രാജീവ് പറയുകയാണ്, മോള് ടെൻഷൻ ആകാതെ. അരുണേ നീ ഒന്ന് ക്ഷമിക്കോ? നീ വെറുതെ ഓരോന്നാ ചിന്തിച്ചു കൂട്ടണ്ട. മോളെ നീ സുധീഷിന്റെ ഫോണിലേക്ക് വിളിക്ക്. സുധീഷിന്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കി നിധി പറയുന്നു, സ്വിച്ച് ഓഫ് എന്നാണ് വരുന്നത്. രാജീവ് ചോദിക്കുന്നു, സ്വിച്ച് ഓഫ് എന്ന് വരുന്നു? സുധീഷിന് മറ്റെന്തെങ്കിലും പ്രശ്നമാണെങ്കിലോ എന്ന് നിധി പറയുമ്പോൾ അരുൺ ചോദിക്കാണ്, മറ്റെന്ത് പ്രശ്നം? അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മളെ ഫോൺ വിളിച്ച് പറയണ്ടേ? ഉറപ്പായിട്ടും അവൻ അതെല്ലാമായി കടന്നു കളഞ്ഞതായിരിക്കും അച്ഛാ. അച്ഛൻ അവനെ ഒരുപാട് വിശ്വസിച്ചു. അച്ഛൻ വിശ്വസിക്കുന്നത് കണ്ട് ഞാനും വിശ്വസിച്ചു പോയി. പണവും സ്വർണവും അവന്റെ കൊടുത്തു വിടാൻ ഞാനല്ലേ അച്ഛനോട് പറഞ്ഞത്. ഒടുവിൽ അവൻ അവന്റെ സ്വഭാവം കാണിച്ചില്ലേ? അങ്ങനെ ദേഷ്യത്തോടു കൂടി അരുൺ അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ സാന്ദ്ര പറയുന്നു, അരുണേട്ടാ കാല് വേദന എടുക്കും. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി അരുൺ അവിടേക്ക് തന്നെ ഇരിക്കുകയാണ്. നിധി ടെൻഷനോടുകൂടി ആലോചിച്ച് നിൽക്കുമ്പോൾ രാജീവും ഹേമയും അരുണും നിധിയെ ശ്രദ്ധിക്കുകയാണ്. തുടർന്ന് സുധീഷിനെ ഒരു കസേരയിൽ കെട്ടിയിട്ട് ഗുണ്ടകൾ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സുധീഷ് ചോദിക്കുന്നു, ആ പണവും സ്വർണവും എല്ലാം എവിടെ കൊണ്ടുപോയടാ? നിങ്ങളെയൊക്കെ കണ്ടിട്ട് പണവും സ്വർണവും മോഷ്ടിക്കാൻ വന്നവരായിട്ട് തോന്നുന്നില്ലല്ലോ. നിങ്ങൾ എന്തിനാ എന്നെ ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നത്? എനിക്ക് വേണ്ടി ആരും വരത്തില്ലടാ. എന്നെ ഇവിടെ കെട്ടിയിട്ട് ഭീഷണിപ്പെടുത്തി കാശ് വാങ്ങാനാണെങ്കിൽ 10 പൈസ പോലും കിട്ടില്ല. എന്താണെങ്കിലും നമുക്ക് സംസാരിച്ചു തീർക്കാം. കെട്ടഴിച്ചു വിടടാ. ഞാൻ ഇവിടെ പറയുന്നൊന്നും നിങ്ങൾ കേൾക്കുന്നില്ലേ? പാവം വിചാരിച്ച് വണ്ടി നിർത്തി എന്നെ പറഞ്ഞാൽ മതിയല്ലോ. അതിലൊരാൾ പറയുകയാണ്, ചേട്ടാ ഇവൻ വന്നപ്പോ മുതൽ ബഹളം വെക്കുകയാണല്ലോ. മറ്റൊരാൾ പറയുന്നു, അവന്റെ വാ കെട്ടി വെക്കണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? വാ കെട്ടി വെച്ചില്ലെങ്കിൽ ഇങ്ങനെ ബഹളം വെക്കും. പോയി വാ കെട്ടി വെക്കടാ. അപ്പൊ സുധീഷ് പറയുകയാണ്, എടാ കെട്ടിയിട്ടതെല്ലാം ഏത് ഉളയ്ക്കും പറ്റും. ആണുങ്ങളാണെങ്കിൽ കെട്ടഴിച്ചു വിടടാ. ഒരാൾ അരികിലേക്ക് വരുമ്പോൾ സുധീഷ് പറയുകയാണ്, ചേട്ടാ എന്റെ കെട്ടഴിച്ചു വിട്, നമുക്കിരുന്ന് സംസാരിക്കാം. എന്ത് പ്രശ്നമാണെങ്കിലും നമുക്ക് സംസാരിച്ചു തീർക്കാം. ഇരുന്ന് സംസാരിക്കാൻ നീ എന്റെ അളിയനൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞ് അയാൾ സുധീഷിന്റെ വായിലേക്ക് പ്ലാസ്റ്റർ എടുത്ത് ഒട്ടിക്കുകയാണ്. ഇനി നീ എങ്ങനെ ഒന്ന് ബഹളം വെക്കുന്നതെന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് അയാളും മറ്റുള്ളവരുടെ ഒപ്പം പോയിരുന്ന് ചീട്ട് കളിക്കുകയാണ്. തുടർന്ന് നിധി ടെൻഷനോടുകൂടി സുധീഷിന്റെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പുറത്ത് ഫോണിൽ സംസാരിക്കുന്ന ഭാവത്തിൽ നിൽക്കുകയാണ് അരുണും രാജീവും. നിധി ഇടയ്ക്കിടയ്ക്ക് അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. ഹേമയും സാന്ദ്രയും എല്ലാം ടെൻഷനോടുകൂടി ഹോളിലിരിക്കുകയാണ്. തുടർന്ന് അരുണും രാജീവും പതിയെ അകത്തേക്ക് കയറി വരികയാണ്. സോഫയിലേക്ക് ഇരുന്ന് അരുൺ പറയുന്നു, അച്ഛൻ പറഞ്ഞു കൊടുക്ക്, അച്ഛന്റെ മരുമ
മരുമകൻ ചെയ്ത മോഷണത്തെ കുറിച്ച്. ഇത് കേട്ട് നിധി ചോദിക്കുന്നു, അച്ഛാ സുധീഷ് എവിടെയാണെന്ന് അറിഞ്ഞോ? അപ്പോൾ രാജീവ് പറയുകയാണ്, നിധി നമ്മൾ ചതിക്കപ്പെട്ടു, അവനെ വിശ്വസിച്ച് നമ്മൾ ചതിക്കപ്പെട്ടു. അവനാ മോളെ ആ പണവും സ്വർണവുമായി കടന്നു കളഞ്ഞത്. അരുൺ പറഞ്ഞതാ സത്യം. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണവും സ്വർണവുമായി അവൻ കടന്നു കളഞ്ഞു. നിധി ചോദിക്കുന്നു, എന്താ അച്ഛാ ഇത്? അച്ഛനും അരുണേട്ടന്റെ കൂടെ കൂടി സുധീഷ് തെറ്റുകാരനാണെന്നാണോ പറയുന്നത്? സുധീഷ് അങ്ങനെയുള്ള ഒരാളല്ല, ദയവ് ചെയ്ത് മനസ്സിലാക്കണം. അപ്പോൾ അരുൺ പറയുകയാണ്, നീ ആദ്യം മനസ്സിലാക്കുന്ന നിധി, അവനൊരു കള്ളനാ, ഫ്രോഡ്. ഇതാ അവന്റെ സ്വഭാവം. നമ്മൾ അവനെ വിശ്വസിച്ച് എല്ലാം കൊടുത്ത് പറഞ്ഞു വിട്ടത്. ഇത് കേട്ട് നിധി പറയുന്നു, ഇല്ല, സുധീഷ് അങ്ങനെയുള്ള ഒരാളെ അല്ല. മോഷ്ടിക്കുന്ന തരത്തിലേക്കൊന്നും തരം താഴില്ല സുധീഷ്. സുധീഷിന് എന്താ സംഭവിച്ചെന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കുക. അരുൺ ചോദിക്കുന്നു, ഇനി നീ അവനെ വിശ്വസിക്കുകയാണോ? അവൻ സ്കെച്ച് ചെയ്താണ് നിന്നെ കല്യാണം കഴിച്ചത്. ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിനക്കെന്താ മനസ്സിലാകാത്തത്? ഒരിടത്ത് വണ്ടി നിർത്തി അവൻ GPS ഓഫ് ചെയ്തു. നമ്മൾ അവനെ ഫോളോ ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയല്ലേ? എല്ലാം അവൻ പ്ലാൻ ചെയ്ത് ആലോചിച്ചാണ് ചെയ്തിരിക്കുന്നത്. മനസ്സിലാക്കിക്കോ നിധി, അവൻ നല്ലവനല്ല. നീ അവനെ വിശ്വസിച്ച് ചതിക്കപ്പെടുകയാണ്. അപ്പൊ രാജീവ് പറയുകയാണ്, അരുണേ മതിയടാ, ഇനി നമുക്ക് അതിനെക്കുറിച്ചൊന്നും സംസാരിക്കണ്ട. മോളെ സത്യമായിട്ടും ഞാൻ സുധീഷിനെ വിശ്വസിച്ചാ അതെല്ലാം കൊടുത്തു വിട്ടത്. ഇവിടെ വന്നത് മുതൽ ആരോടും അധികം സംസാരിക്കാതെ ഒഴിഞ്ഞു മാറി നടക്കുകയായിരുന്നു. എല്ലാം പതിയെ പതിയെ ശരിയാകുമെന്ന് വിചാരിച്ചു. പണം ഉണ്ടാക്കാൻ ഇങ്ങനെ ഒരു വഴി വേണമായിരുന്നോ? ഒരു ബിസിനസ് തുടങ്ങി കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? സ്വന്തം മകളെ രാത്രിക്ക് രാത്രി കടത്തിക്കൊണ്ടുപോയ ഒരുത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു അച്ഛൻ ഇങ്ങനെ ചെയ്യുമോ മോളെ? പണം കണ്ട ഉടനെ അവന്റെ സ്വഭാവം മാറി. അവനെ ഞാൻ വിശ്വസിച്ചല്ലോ എന്നോർത്ത് എനിക്ക് അപമാനം തോന്നുക. നിധി ചോദിക്കുന്നു, അച്ഛാ അച്ഛൻ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? സുധീഷ് അങ്ങനെ കാശിനും സ്വർണത്തിനും വേണ്ടി ആഗ്രഹിക്കുന്ന ആളല്ല. എന്താ മോളെ ഇതെന്ന് രാജീവ് ചോദിക്കുമ്പോൾ ഹേമ പറയുകയാണ്, എടി നിന്റെ അച്ഛൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിനക്ക് വിശ്വാസം വരുന്നില്ലേ? ലക്ഷങ്ങളാ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇപ്പൊ പോലും ആ ഡ്രൈവറിനെ സപ്പോർട്ട് ചെയ്യുകയാണോ നീ? നിന്റെ അച്ഛൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണമാ അവൻ കൊണ്ടുപോയത്. ഇങ്ങനെയുള്ള ഒരുത്തിനെയാണ് നീ കല്യാണം കഴിച്ചത്. നിനക്ക് എങ്ങനെയാടി ഇതൊന്നും മനസ്സിലാകാതെ പോയത്? പാവം നിന്റെ അച്ഛൻ ഇന്നലെ രാത്രി പോലും എന്നോട് പറഞ്ഞു, സുധീഷിനൊരു ബിസിനസ് തുടങ്ങി കൊടുക്കണം, അവര് കഷ്ടപ്പെടാൻ പാടില്ല. അങ്ങനെ സുധീഷിനെ കുറിച്ച് മാത്രമാണ് നിന്റെ അച്ഛൻ രാത്രി എന്നോട് സംസാരിച്ചത്. നിന്നെ വിശ്വസിച്ചല്ലേടി അവനെ ഞങ്ങൾ വീട്ടിൽ കയറ്റിയത്. അവൻ ഇങ്ങനെ ചെയ്തല്ലോടി. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി നിധി പറയുന്നു, അമ്മേ നിർത്തമ്മേ, എന്താ നിങ്ങൾ എല്ലാവരും ഒരേപോലെ ചിന്തിക്കുന്നത്? സുധീഷ് അങ്ങനെ ചെയ്യില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്നെ വിശ്വസിക്കുക നിങ്ങൾ. ഇത് കേട്ട് അരുൺ പറയുകയാണ്, അച്ഛാ ഇവളെ വിട്ടേര്, നമ്മൾ എന്ത് പറഞ്ഞാലും ഇവക്ക് മനസ്സിലാകില്ല. അവൻ അത്രയും പണം എടുത്തുകൊണ്ട് എവിടെ ആയിരിക്കും പോയിരിക്കുക? നേരെ അവന്റെ വീട്ടിലേക്കായിരിക്കും. നമുക്ക് അങ്ങോട്ട് പോകാം. അവന്റെ കുടുംബത്തിലുള്ളവരെ ചോദ്യം ചെയ്താൽ സത്യം പുറത്തു വരും. 4 എണ്ണം കൊടുത്ത് ചോദ്യം ചെയ്താൽ മതി. ഇത് കേട്ട് ഹേമ പറയുകയാണ്, രാജീവേട്ടാ അരുൺ പറഞ്ഞതാ ശരി, അങ്ങനെ ചെയ്യാം. ഇത് കേട്ട് നിധി പറയുന്നു, ഒന്ന് മിണ്ടാതിരിക്കമ്മേ. അരുണേട്ടാ ഞാൻ അപേക്ഷിക്കുക, അങ്ങനെ ഒന്നും ചെയ്യരുത്. സുധീഷ് ഉറപ്പായും ഇങ്ങനെ ചെയ്യില്ല. പണവും സ്വർണവുമായി കടന്നു കളഞ്ഞിട്ട് സുധീഷ് പിന്നെ എങ്ങനെ എന്നെ ഫേസ് ചെയ്യും? സുധീഷ് അതൊക്കെ ആലോചിക്കില്ലേ? ഇത് കേട്ട് അരുൺ പറയുകയാണ്, അച്ഛ ഇവക്കെന്താ വട്ടാണോ? അവൻ ഇത്രയും സ്വർണവും പണവും കിട്ടിയതിനു ശേഷം എന്തിനാ നിന്നെ ഫേസ് ചെയ്യുന്നത്? നിനക്കും ടാറ്റ നിന്റെ കുടുംബത്തിനും ടാറ്റ എന്ന് പറഞ്ഞ പോയതായിരിക്കും അവൻ. അപ്പൊ ഹേമ പറയുകയാണ്, അരുണെ നീ അവനെ വെറുതെ വിടരുതടാ. അവന്റെ വീട്ടിൽ ചെന്ന് എന്താ നടന്നെന്ന് അന്വേഷിക്കടാ. അവൻ അവന്റെ കുടുംബത്തിലുള്ളവരെയും കൂട്ടി രാത്രിക്ക് രാത്രി എവിടെയെങ്കിലും ഓടിപ്പോകും. ഇത് കേട്ട് നിധി അമ്മയെന്ന് വിളിക്കുമ്പോൾ ഹേമ ചോദിക്കുന്നു, എന്താടി അമ്മയ്ക്ക്? ഞങ്ങൾ ഇത്രയും പേര് പറഞ്ഞിട്ടും നീ വിശ്വസിക്കുന്നില്ലല്ലോ. വീണ്ടും വീണ്ടും പറഞ്ഞത് തന്നെ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നോക്ക്, നിന്നെ വിശ്വസിപ്പിക്കാനൊന്നും ഞങ്ങൾക്ക് നേരമില്ല. നീ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യും, അത് നിന്റെ കാര്യം. അതുകൊണ്ട് പോയത് പോട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ വെറുതെ ഇരിക്കാൻ പറ്റുമോ? അരുണെ നീ ഉടനെ ഇറങ്ങണം. അപ്പോൾ അരുൺ പറയുകയാണ്, അച്ഛാ ഞാൻ പോയിട്ട് വരാം. അവന്റെ കുടുംബം എസ്കേപ്പ് ആകുന്നതിന് മുമ്പേ എനിക്ക് അവരെ പിടിക്കണം. ഞാൻ അടിക്കുന്ന അടിയില് സത്യം വരുന്നത് കണ്ടോ? നമ്മുടെ പണം നമ്മളെ വിട്ട് എങ്ങും പോകില്ല അച്ഛാ. അവൻ അരുൺ അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ കയ്യിൽ പിടിച്ച് സാന്ദ്ര പറയുന്നു, അരുണേട്ടാ ധൃതി പിടിച്ച ഒരു തീരുമാനം എടുക്കരുത്, ഒന്ന് ആലോചിക്ക്. കൈ തട്ടിമാറ്റി അരുൺ പറയുന്നു, നിനക്കൊന്നും അറിയില്ല സാന്ദ്രെ, നീ മിണ്ടാതിരിക്കവിടെ. ഇത് കേട്ട് നിധി പറയുകയാണ്, അരുണേട്ടാ അവിടെ പോയി അരുണേട്ടൻ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? സുധീഷ് എവിടെ ചെന്നോ ഇല്ലയോ എന്നറിയണം. ഞാൻ തന്നെ അവരെ വിളിച്ച് ചോദിക്കാം. അതുവരെ ദയവ് ചെയ്ത് അരുണേട്ടൻ ഇവിടെ ഇരിക്കണം പ്ലീസ്. ഞാൻ അവരോട് സംസാരിച്ചിട്ട് വരാം. ഇത് കേട്ട് അരുൺ ചോദിക്കുന്നു, അച്ഛാ അച്ഛൻ പറ, ഞാൻ പോണോ വേണ്ടയോ? രാജീവ് ഒന്നും മിണ്ടാതെ ഇരിക്കുമ്പോൾ ഹേമ പറയുകയാണ്, അരുണെ അവള് സംസാരിച്ചിട്ട് പറയാന്നല്ലേ പറഞ്ഞത്, അവള് സംസാരിക്കട്ടെ, അപ്പോഴെങ്കിലും അവൾക്ക് മനസ്സിലാകുമെന്ന് നമുക്ക് നോക്കാം. നിധി ടെൻഷനോട് കൂടി ഫോണുമായി അകത്തേക്ക് പോകുമ്പോൾ രാജീവും ഹേമയും അരുണും മുഖത്തോട് മുഖം നോക്കുകയാണ്. തുടർന്ന് റൂമിലേക്ക് വന്ന നിധി ടെൻഷനോട് കൂടി മനസ്സിൽ പറയുകയാണ്, സുധീഷ് എവിടെ പോയതായിരിക്കും? രാജീവും അരുണും ഹേമയും സുധീഷ് പണവുമായി കടന്നു കളഞ്ഞതാണെന്ന് പറഞ്ഞതും നിധി ഓർക്കുകയാണ്. ശേഷം നിധി ഓർക്കുന്നു, രാജീവ് ആ പണവും സ്വർണവും സുധീഷിന്റെ നേരെ നീട്ടിയപ്പോൾ സുധീഷ് മടിച്ചു നിന്നതും നിധി പറഞ്ഞിട്ട് രാജീവിന്റെ കയ്യിൽ നിന്നും പണവും സ്വർണവും അടങ്ങിയ ബാഗ് വാങ്ങിയതും. തുടർന്ന് നിധി വീണ്ടും സുധീഷിന്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കുകയാണ്. ശേഷം ഒന്ന് ആലോചിച്ച് നിധി ഹരീഷിന്റെ ഫോണിലേക്ക് വിളിക്കുന്നുവെങ്കിലും ഹരീഷും നീതുവും ഫോണിൽ സംസാരിക്കുകയായതുകൊണ്ട് കിട്ടുന്നില്ല. നിധി വീണ്ടും വീണ്ടും ഹരീഷിന്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കുകയാണ്. ശേഷം നിധി മനസ്സിൽ പറയുകയാണ്, ഞാൻ ബിസിയാണെന്നാണല്ലോ പറയുന്നത്, സുഭാഷ് ഏട്ടന്റെ ഫോണിലേക്ക് തന്നെ വിളിച്ചാലോ? അങ്ങനെ സുഭാഷിന്റെ ഫോണിലേക്ക് വിളിക്കാനായി തുടങ്ങിയ നിധി പറയുന്നു, വേണ്ട വേണ്ട, സുഭാഷ് ഏട്ടൻ പേടിക്കും. ഈ കാര്യം സുഭാഷ് ഏട്ടനും നികേഷും അറിയാതെ ശ്രദ്ധിക്കണം. അങ്ങനെ നിധി ടെൻഷനോട് കൂടി ഒന്ന് ആലോചിച്ച് ഹരീഷിന്റെയും സുധീഷിന്റെയും ഫോണിലേക്ക് മാറി മാറി വിളിക്കുകയാണ്. ഫോൺ
ഫോണിൽ കിട്ടാതെ നിധി വിഷമത്തോടു കൂടി ആലോചിച്ച് അവിടേക്ക് ഇരിക്കുമ്പോൾ അവിടേക്ക് വന്ന ഹേമ ചോദിക്കുന്നു, നിധി സംസാരിച്ചോ? ഫോൺ എടുത്തില്ലെന്ന് നിധി പറയുമ്പോൾ ഹേമ പറയുകയാണ്, ഓ അങ്ങനെയാണെങ്കിൽ അവൻ തന്നെ ആയിരിക്കില്ല അത് മോഷ്ടിച്ചത്. കുടുംബത്തോട് ആലോചിച്ചിട്ടായിരിക്കും അവൻ അത് ചെയ്തത്. സ്വർണവും പണവുമായി വീട്ടിലുള്ളവരെയും കൂട്ടി അവൻ എസ്കേപ്പ് ആയി കാണും. നിധി ചോദിക്കുന്നു, അമ്മ എന്താ ഈ പറയുന്നത്? അങ്ങനെയൊന്നും ഉണ്ടാകില്ല. അമ്മ വെറുതെ ഓരോന്ന് സങ്കല്പിച്ചുണ്ടാക്കല്ലേ. ഇത് കേട്ട് ഹേമ ചോദിക്കുകയാണ്, ഞാൻ എന്താ ഇല്ലാത്ത കാര്യമാണോ സങ്കല്പിച്ച് പറയുന്നത്? അവൻ എന്തുകൊണ്ടാ ഫോൺ എടുക്കാത്തത്? തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഫോൺ എടുത്ത് ധൈര്യമായിട്ട് സംസാരിക്കണ്ടേ? ആ സുധീഷിന് എത്ര വിശ്വാസം ഉണ്ടായിട്ടാ നിന്റെ അച്ഛൻ ഇത്രയും വലിയൊരു കാര്യം അവനെ ഏൽപ്പിച്ചത്? അവനും അവന്റെ കുടുംബവും നമ്മളെ ചതിച്ചില്ലേ? ഇത് കേട്ട് നിധി പറയുകയാണ്, അമ്മയൊന്നും മിണ്ടാതിരിക്കുവോ? നിങ്ങൾ എല്ലാവരും ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ എന്റെ തല പൊട്ടുന്നത് പോലെ തോന്നുവാ. സുധീഷ് അങ്ങനെ ചെയ്യില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇത് കേട്ട് ഹേമ ചോദിക്കണ, പിന്നെന്താ അവനും അവന്റെ കുടുംബത്തിലുള്ളവരും നീ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തത്? എന്തുകൊണ്ടാ അവന്റെ ഫോൺ കുറെ നേരമായിട്ട് സ്വിച്ച് ഓഫ് ആയത്? എനിക്കറിയില്ലമ്മേന്ന് നിധി പറയുമ്പോൾ ഹേമ പറയുകയാണ്, ഇത് ശരിയാകില്ല നിധി, ഞാൻ നിന്റെ അച്ഛനോട് പറയാൻ പോകുക. അടുത്തത് നിന്റെ അച്ഛനും ചേട്ടനും എന്ത് ചെയ്താലും ഞാൻ ചോദിക്കാൻ നിൽക്കില്ല നിധി. അത്രയും പണവും സ്വർണവും പോയത് പോയി എന്ന് പറഞ്ഞ വെറുതെ ഇരിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു കുടുംബത്തിലാണോടി നീ ജീവിച്ചത്? ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി നിധി പറയുകയാണ്, അമ്മ പ്ലീസ് കുറച്ചു നേരം എന്നെ തനിച്ചു വിട്. ഇത് കേട്ട് ഹേമ പറയുകയാണ്, ഞാൻ പോവാടി, പക്ഷെ ഒന്ന് നിന്റെ അച്ഛനും ചേട്ടനും ഇനി എന്ത് ചെയ്താലും ഞാൻ തടയാൻ നിൽക്കില്ല. അങ്ങനെ ഹേമ അവിടെ നിന്ന് പോകുമ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ടെൻഷനോടുകൂടി ഇരിക്കുകയാണ് നിധി. തുടർന്ന് ഫോൺ കട്ട് ചെയ്ത ഹരീഷ് കാണുകയാണ് നിധി ഫോണിലേക്ക് വിളിച്ചിരിക്കുന്നതായി. ഏട്ടത്തി വിളിച്ചിട്ടുണ്ടല്ലോ, ഏട്ടത്തി എന്തിനാ വിളിച്ചതെന്ന് പറഞ്ഞ് ഹരീഷ് നിധിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഫോൺ അറ്റൻഡ് ചെയ്ത നിധിയോട് ഏട്ടത്തി സുഖമല്ലേന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ ഒന്ന് പതറി നിധി പറയുന്നു, സുഖമായിട്ടിരിക്കുന്ന ഹരീഷെ, സുധീഷ് അവിടെ വന്നായിരുന്നോ? ഹരീഷ് ചോദിക്കുകയാണ്, സുധീഷ് ഏട്ടനോ? സുധീഷ് ഏട്ടൻ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? ഏട്ടത്തിയുടെ കൂടെ അല്ലേ സുധീഷ് ഏട്ടൻ വന്നത്? അപ്പോൾ നിധി പറയുകയാണ്, അതല്ല, സുധീഷ് പുറത്തു പോയായിരുന്നു, അവിടെ വന്നോന്നറിയാൻ വേണ്ടി വിളിച്ച. വന്നിട്ടില്ലേ? അപ്പൊ ഹരീഷ് പറയുകയാണ്, ഇല്ല ഇവിടെ വന്നിട്ടില്ല. സുധീഷ് വിളിച്ചായിരുന്നോ എന്ന് നിധി ചോദിക്കുമ്പോൾ ഹരീഷ് പറയുകയാണ്, ഇല്ല വിളിച്ചിട്ടില്ല. ഏട്ടത്തി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ടെൻഷനോടുകൂടി ഒന്ന് ആലോചിച്ച് നിധി പറയുന്നു, ഏയ് പ്രശ്നമൊന്നുമില്ല, രാവിലെ പുറത്തു പോയതാ, ഇതുവരെ തിരിച്ചു വന്നില്ല. ഫോൺ വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ് എന്ന് വരുന്നു. അതാ ചോദിച്ചേ. ഹരീഷ് ചോദിക്കുന്നു, സ്വിച്ച് ഓഫോ? ഏട്ടത്തി അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? നിധി പറയുന്നു, ഇല്ല ഇവിടെ പ്രശ്നമൊന്നുമില്ല. സുധീഷ് ഇതുവരെ വീട്ടിൽ വന്നിട്ടില്ല. എല്ലാവരും സുധീഷ് എവിടെയെന്ന് ചോദിക്കുന്നു. അപ്പോ സുധീഷ് അവിടെ വന്ന് കാണുമോന്ന് എനിക്കൊരു സംശയം തോന്നി, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. അപ്പൊ ഹരീഷ് പറയുകയാണ്, ഇല്ല ഏട്ടത്തി, ഏട്ടത്തിയോട് പറയാതെ സുധീഷ് ഏട്ടൻ ഇങ്ങോട്ട് വരില്ല. പുഞ്ചിരിച്ച നിധി പറയുകയാണ്, അത് ശരിയാണല്ലോ, സമയം പോകുന്തോറും സുധീഷ് അവിടെ വന്ന് കാണുമോന്നാ ഞാൻ സംശയിച്ചു. ഫോൺ സ്വിച്ച് ഓഫ് ആണ്, വിളിച്ച് അന്വേഷിക്കാനും പറ്റില്ല. സുധീഷ് അവിടെ വരുവാണെങ്കിൽ എന്നെ വിളിച്ച് പറയണേ. അപ്പൊ ഹരീഷ് പറയുന്നു, ശരി ഏട്ടത്തി, സുധീഷൻ ഇവിടെ വരുവാണെങ്കിൽ ഞാൻ ഏട്ടത്തിയെ വിളിക്കാം. അവിടെ വന്നാലും എന്നെ വിളിച്ച് പറയണം. പറയാന്ന് പറഞ്ഞ് നിധി ടെൻഷനോടുകൂടി ഫോൺ കട്ട് ചെയ്യുകയാണ്. ഹരീഷും ടെൻഷനോടുകൂടി ആലോചിച്ചിരിക്കുന്നു. നിധി മനസ്സിൽ പറയുന്നു, അവിടെ പോയിട്ടില്ല, പിന്നെ സുധീഷ് എവിടെ പോയതായിരിക്കും? അങ്ങനെ ഭയത്തോടുകൂടി ഇരിക്കുകയാണ് നിധി. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്